കാൽപന്തുകളിയുടെ മാസ്മര ലഹരിയിലേക്ക് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ആകർഷിച്ചുകൊണ്ട് കുംബ്ലങ്ങി കായിക പ്രേമികൾ സംഘടിപ്പിക്കുന്ന കുംബ്ലങ്ങി പ്രീമിയർ ലീഗ് സീസൺ 2 ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ലഹരിയുടെ വിപത്തുകൾക്കെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശമുയർത്തിയാണ് നൂറുകണക്കിന് കായിക പ്രേമികളെ അണിനിരത്തി ഈ കായിക മാമാങ്കം സംഘടിപ്പിച്ചിരിക്കുന്നത്. യുവതയെ കാൽപന്തുകളിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുംബ്ലങ്ങിയിൽ രണ്ടാമത് പ്രീമിയർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കുംബ്ലങ്ങി കായിക പ്രേമികൾ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊച്ചി MLA KJ മാക്സി നിർവഹിച്ചു. കേരള നിയമസഭയുടെ ബഡ്ജറ്റിൽ പ്രത്യേകം ധനകാര്യ വകുപ്പ് മന്ത്രി എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. ഒരു പഞ്ചായത്തിന് ഒരു കളിസ്ഥലം, ഈ കുംബ്ലങ്ങി പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് നമുക്കെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. കുംബ്ലങ്ങി പ്രീമിയം ലീഗുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് ഇവരെ കുംബ്ലങ്ങി നിവാസികൾക്ക്, കുംബ്ലങ്ങിയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്ന ഈ ലീഗിന് നേതൃത്വം നൽകുന്നത്. ചടങ്ങിൽ ദാസ് ബാബു സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസ്സി ജേക്കബ്, പഞ്ചായത്ത് മെമ്പർ KV സാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 3 ദിവസമായിട്ടാണ് ഈ കളി നടക്കുന്നത്. ഏതായാലും വളരെയധികം സന്തോഷം തോന്നുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ മേരി ജിൻസ, പീറ്റർ ലാലൻ, ആന്റണി KX, ജിഫിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു. രൂക്ഷമായ രാസലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകളിൽ നിന്ന് യുവാക്കളെ സ്പോർട്സിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള കുംബ്ലങ്ങിയുടെ ഈ ശ്രമത്തിന് മികച്ച ജനപിന്തുണയാണ് ലഭിക്കുന്നത്. നമ്മുടെ കൊച്ചിയുടെ ചരിത്രത്തിൽ തന്നെ 114 കളിയുടെ ഒരു ലീഗ് നടന്നിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത് ഈ കുംബ്ലങ്ങിയിൽ ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സ്ഥലത്ത് നമുക്കിങ്ങനെ ഒരു 114 കളിയുടെ ലീഗ് നടത്താനും പറ്റി. ഈ കുംബ്ലങ്ങിയിലെ 35 ടീമുണ്ട്. 32 ടീമാണ് കളിച്ചത്. കുംബ്ലങ്ങിക്കാർക്ക് വേണ്ടി മാത്രം നടത്തുന്നതാണ് കുംബ്ലങ്ങി പ്രീമിയർ ലീഗ്. 360ഓളം പിള്ളേർ ഗ്രൗണ്ടിൽ ഇറങ്ങി. നമ്മുടെ മക്കളൊക്കെയും ഈ ഒരു ഡ്രഗ്സിലോട്ട് പോകാതെ ഇങ്ങനെ ഒരു ഫുട്ബോളിനായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത്. വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടം ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.